നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊളോസസ് ലേഖനം 2-ാം അധ്യായം 7-ാം തിരുലിഖിതം. കൊളോസസ് 2:7. യേശുവിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും അനർഘളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവീൻ. നിങ്ങൾ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയാണ്, അങ്ങനെ തുള്ളിച്ചാടി പാട്ട് പാടി മാത്രം ഇരുന്നാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതാണ് 2:7 പറയണത്. അവനിൽ വേരുറപ്പിക്കപ്പെടണം, വേര് പാകണം. യേശുവിൽ വേര് പാകണം, യേശുവിൽ പണിതുയർത്തപ്പെടണം. കേരളത്തിലെ നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ തീഷ്ണമതികൾ അനേക കൺവെൻഷനുകളിൽ കൂടി, അനേക ധ്യാനങ്ങളിൽ കൂടി, ഇടവക ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, അതുപോലെ ഓരോ ഞായറാഴ്ചകളിലും ഇടവക ദേവാലയങ്ങളിൽ പോയി വചനം കേട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർ യേശുക്രിസ്തുവിൽ വേരുറപ്പിച്ചു. അവർ യേശുക്രിസ്തുവിൽ വേരുറപ്പിച്ചു. അവർ യേശുക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ടു. അങ്ങനെ പണിതുയർത്തപ്പെട്ടത് കൊണ്ട് കാറ്റൂതി വെള്ളപ്പൊക്കം ഉണ്ടായി, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു, അത് വീണു പോയില്ല. ഹല്ലേലൂയ. ചാനലുകളെല്ലാം കൊണ്ടുപിടിച്ച് അവർ തലകുത്തി മറിഞ്ഞ് കാല് മുകളിലേക്കൊന്ന് തലകുത്തി മറിഞ്ഞിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ പള്ളികളിലും ഭയങ്കരമായിട്ട് ജനങ്ങൾ കൂടി വരികയാണ് പ്രാർത്ഥനയ്ക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഇവിടെ കുറേ പേര് തെന്നിമാറി പോയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വലിയൊരു ജനത ഈ പ്രശ്നങ്ങൾ കോലാഹലങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവരുടെ വിശ്വാസത്തെ അവർ തേച്ച് മിനുക്കി, അവർ വിശ്വാസത്തിൽ ബലപ്പെട്ട്, അവർ വിശ്വാസ ശക്തി പ്രാപിച്ച്, അവർ കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും വിശുദ്ധ കൂദാശകളോടും കുമ്പസാരത്തോടും കുർബാനയോടും പതിവില്ലാത്ത വിധം അടുത്ത് they are clinging to the Holy Eucharist and to the sacraments. അള്ളിപ്പിടിച്ച് കിടക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. വചനം കേട്ട് യേശു ക്രിസ്തുവിൽ വേരുറപ്പിച്ചു. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ വേരുറപ്പിച്ചാൽ എന്താ ഗുണം എന്നറിയാവോ? അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൽ 25 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്താ ഭവനം? അതാണ് നമ്മുടെ വിശ്വാസ സൗധം. നമ്മുടെ വിശ്വാസം ഒരു മന്ദിരം പോലെയാണ്. അത് നമ്മൾ ഓരോ ദിവസവും കല്ല് വെച്ച് നമ്മൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ വളരെ കെയർലെസ്സായി കിട്ടിയ കല്ലും കട്ടയൊക്കെ വെച്ച് പണിത് മഴയത്ത് അലുത്തു പോകും എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ വളരെയധികം വ്യക്തികളാകട്ടെ, അവർ ദൈവവചനമാകുന്ന കല്ലെടുത്ത് വെച്ച് ദൈവവചനമാകുന്ന തൂക്കുകട്ട പിടിച്ച് നല്ലൊരു മെയ്സൺ ബിൽഡിങ് പണിയണത് പോലെ തൂക്കുകട്ടയ്ക്ക് പിടിച്ച് നന്നായിട്ട് വെട്ടിപ്പായിട്ട് വിശ്വാസ സൗധം പണിതുയർത്തുന്നവരുടെ എണ്ണം ഇന്ന് വളരെ അധികമാണ്. ഞാൻ ഒരു ചെറുപ്പക്കാരന് പറയാം. ചെറുപ്പക്കാരൻ്റെ പേരാണ് ഡിക്സൺ. ആ ഡിക്സൺ, അദ്ദേഹത്തിന് അനിയൻ കാനഡയ്ക്ക് പോയി. അവൻ പഠിച്ചെല്ലാം അവൻ്റെ അപ്പൻ സൗദിയിലാണ്, അവൻ്റെ അമ്മ സൗദിയിലായിരുന്നു. പക്ഷേ ഡിക്സൺ എന്ന ഈ മകനോടുള്ള സ്നേഹത്തിൻ്റെ അതീവ സ്നേഹം കാരണം അവൻ്റെ അമ്മ അവന് വേണ്ടി കേരളത്തിൽ വന്ന് താമസിച്ച് ഇവിടെ അവൻ്റെ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി. അങ്ങനെ പൂർത്തിയാക്കി അവൻ ജോലി പ്രവേശിച്ച്, അവൻ തിരുവനന്തപുരത്തോ എറണാകുളത്തോ വലിയ പട്ടണത്തിൽ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ശമ്പളമുണ്ട്. ആ സമയത്ത് അവനെ ദൈവം തൊട്ടു. അവൻ പറയുകയാണ്, എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കർത്താവ് യേശുവിന് സമർപ്പിച്ച് ഒരു വൈദികനാകാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു പലരും, അപ്പോൾ അട്ടപ്പാടിയിൽ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്നൊരു മോണസ്ട്രി സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടായിരുന്നോ? അച്ഛനൊരു പുതിയ സഭ ഉണ്ടാക്കി പോയെന്ന് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുതിയ സഭയെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പന്തക്കോസ്ത സഭയല്ല. കത്തോലിക്ക സഭയുടെ ഉള്ളിൽ മോണസ്ട്രികളുണ്ട്, ആശ്രമങ്ങൾ അല്ലേ? വൈദിക വിദ്യാർത്ഥിയുടെ അടുത്ത് പഠിപ്പിച്ച് വൈദികരാകുന്നത്, സിസ്റ്റർമാരാകാൻ പഠിക്കുന്ന കുട്ടികളെ അടുത്ത് പഠിപ്പിച്ച് സിസ്റ്റർമാരാകുന്ന മോണസ്ട്രികളുണ്ട്. അങ്ങനെ ഒരു മോണസ്ട്രി സ്ഥാപിച്ച കാര്യമാണ്. മോണസ്ട്രി എന്ന് പറഞ്ഞാൽ ഇത് എന്ത് സ്ത്രീയാണെന്ന് ചോദിക്കരുത്.
അപ്പോൾ ആ ഒരു മോണസ്ട്രി അട്ടപ്പാടിയിൽ സ്ഥാപിക്കാൻ സഭയുടെ നിയമം അനുസരിച്ച് അഭിനയ പിതാവ് അതൊരു മോണസ്ട്രിക്കുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ അനുവാദം തന്നു. അങ്ങനെ അവിടെ ആ കാട്ടിലൊരു മോണസ്ട്രി സ്ഥാപിച്ചു. വൈദികരാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ. അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് ഈശോ പറഞ്ഞു, നീ ആ അട്ടപ്പാടിയിലെ ആ മോണസ്ട്രിയിൽ പോയിട്ട് വൈദികനാകാൻ. അദ്ദേഹം ഈ പട്ടണത്തിൻ്റെ നടുവിൽ നിന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അദ്ദേഹം ആ മോണസ്ട്രിയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൻ അവിടുന്ന് സൗദിയിൽ നിന്ന് ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നു. അമ്മയും മോൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെ 3, 4, 5 വർഷമായിട്ട് ലീവ് എടുത്തിട്ട് നാട്ടിൽ താമസിക്കുകയാണ് കേരളത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരും അവരുടെ ബന്ധുക്കളെല്ലാം ആവുന്നത് പറഞ്ഞ് ഈ കാലം അച്ഛനാകാൻ പറ്റിയ കാലമൊന്നുമല്ല. അച്ഛന്മാരെക്കുറിച്ച് ചീത്ത പറഞ്ഞ് കാണുന്നില്ലേ, അതുകൊണ്ടാണ് എന്നെ അച്ഛനാകാൻ കർത്താവ് വിളിച്ചതെന്ന് പറഞ്ഞ് ഈ പ്രതികൂലത്തിന് നടുവിൽ ഈ ചെറുപ്പക്കാരൻ ബിടെക് എംടെക് എല്ലാം കഴിഞ്ഞ് ജോലി നല്ല ഹൈ ലെവലിൽ ജോലി നിൽക്കുമ്പോൾ ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ ഈ പ്രതികൂലത്തിന് നടുവിൽ ഈ സമൂഹത്തിൽ കേരളത്തിൽ തന്നെയാണ് എനിക്ക് അച്ഛനാകണം, എനിക്കിവിടെ പൗരോഹിത്യം ജീവിക്കണം, എനിക്കിവിടെ വൈദികനായി ഈ ആളുകളുടെ നടുവിൽ തന്നെ എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വൈദികനാകാൻ വേണ്ടി അട്ടപ്പാടി വന്ന് ചേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ നോക്കുമ്പോൾ അപ്പനും അമ്മയും അറിയാം. ആകെ 2 മക്കളുള്ളൂ. ഒരാൾ കാനഡയിലാണ്, ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പോകും. അപ്പോൾ അവർ പറയാണ്, കഴിഞ്ഞ ആഴ്ച ഇവന് വേണ്ടി പുത്തനൊരു വലിയ കാറ് വാങ്ങിച്ചതാണ്, ഇതാരിഞ്ഞ് ഓടിക്കും? ഇവർക്ക് വേണ്ടി നല്ല വീട് കേരളത്തിൽ പണിതിട്ടിരിക്കുകയാണ്, ഇതാരിഞ്ഞ് താമസിക്കും? ഇതെല്ലാം ചോദിച്ചൊരു മരിച്ച കുട്ടിക്ക് വേണ്ടി കരയണ പോലെ അപ്പനും അമ്മയും കടന്ന് കരയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും ഞാൻ ഈ ചെറുപ്പക്കാരനോട്, ചെറുപ്പക്കാരൻ എന്നാ പിന്നെ ഇവരെ കരയിപ്പിക്കണം, നീ പൊക്കോ, നീ വീട്ടിലേക്ക് പൊക്കോളാം. ഇല്ല, അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ കർത്താവാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എൻ്റെ കർത്താവിൻ്റെ വിളിക്ക് ഞാൻ പ്രത്യുത്തരം കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ദൃഢനിശ്ചയത്തോടെ ആ കാറ് അങ്ങനെ അവിടെ അടച്ചു, ആ വീട് അങ്ങനെ പൂട്ടിയിട്ടു. പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ കുട്ടിയുടെ അപ്പൻ ഭാര്യനെ അവിടെ സൗദിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അട്ടപ്പാടിയിലെ ഈ മോണസ്ട്രിയിൽ വന്ന് ചേർന്നു. പ്രിയപ്പെട്ട, ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ എല്ലാ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അങ്ങനെ അവർ നല്ല ജോലിയിൽ നല്ല സ്ഥിതിയിലിരിക്കുമ്പോൾ ലോക വസ്തുക്കളെ കുപ്പ പോലെ പരിഗണിച്ച് ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി അവർ കർത്താവിന് വേണ്ടി ജീവിതം അർപ്പിക്കുകയാണ് നല്ല സ്ഥിതിയിരിക്കുമ്പം. അതിൻ്റെ കാരണം എന്താ? ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ, ആരെങ്കിലും പ്രേരിപ്പിച്ചതുകൊണ്ടോ, ആരെങ്കിലും വിളിച്ചതുകൊണ്ടല്ല. അവർ ദൈവവചനമാകുന്ന ആ അഭിഷേകം സ്വീകരിച്ച് അവരുടെ ജീവിതത്തെ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. കാറ്റൂതി അവരുടെ ജീവിതത്തിന് മേൽ. വെള്ളപ്പൊക്കം ഉണ്ടായി, പലരും പറഞ്ഞു, അച്ഛനാകാൻ പോകണം, ഈ കാലത്ത് അച്ഛനാകാൻ പോകണത്, എന്താ അച്ഛൻ, എങ്ങനെ അച്ഛൻ? ഇതെങ്ങനെ പല പുച്ഛവും പരിഹാസവും ഓരോ തരത്തിലുള്ള ഓരോരുത്തരുടെ ദുഷ്ടത ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് ലാവ ഒഴുകണത് പോലെ ഒഴുകിയിട്ടും പ്രിയപ്പെട്ട സഹോദരൻ, ഈ ചെറുപ്പക്കാർ പറയും, ഇല്ല, ഇതിന് നടുവിൽ എനിക്ക് വൈദികനായി എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവരുടെ ജീവിതം കർത്താവ് യേശുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 25 തൊട്ടുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നത്. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. കാരണം എന്താ? എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ ആധ്യാത്മിക ജീവിതം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഈ ഒരുപാട് 10,000 ലക്ഷക്കണക്കിന് ദൈവമക്കൾ അവരുടെ ആധ്യാത്മിക ജീവിതം യേശു ക്രിസ്തുവാകുന്ന പാറമേലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. 1 കൊറിന്തോസ് 3-ാം അധ്യായം 11-ാം തിരുലിഖിതം, 1 Corinthians 3:11. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആരാണ്? യേശു ക്രിസ്തു. ആരിലാണ് വേരുറപ്പിക്കപ്പെട്ട് വളരേണ്ടത്? കൊളോസോസ് 2:7, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും അവനിലുള്ള വിശ്വാസ ദൃഢത പ്രാപിച്ചും അനർഗളമായ കൃതജ്ഞതാ പ്രകാശിതം മുഴുക. അവനിൽ വേരുറപ്പിക്കപ്പെടണം, അവനിൽ പടുത്തുയർത്തപ്പെടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ചിന്തിക്കണം. നിങ്ങളുടെ വിശ്വാസ ജീവിതം, ആധ്യാത്മിക ജീവിതം ആരിലാണ് അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം എന്തിനാണ് അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ആധ്യാത്മിക ജീവിതം അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നല്ല അനുഭവം ഉണ്ടായാൽ. ഞാൻ പണ്ടങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവമേ, ആ മാതാവ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു.
അല്ലെങ്കിൽ ദാനിയേലൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ മാലാഖ വരുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുമ്പോൾ പല സ്വർഗീയ രംഗങ്ങൾ, ദർശനങ്ങൾ യേശു പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ അങ്ങോട്ട് യേശു പ്രത്യക്ഷപ്പെടുക, മാതാക പ്രത്യക്ഷപ്പെട്ടാൽ എനിക്ക് സന്തോഷമാവും. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എന്നാൽ എൻ്റെ വിശ്വാസം കുറച്ചും കൂടെ വളരുമെന്ന് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ സഹോദരൻ, അങ്ങനെയുള്ള ഒരു അനുഭവത്തിലല്ല പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പടക്കലും വന്നു, ഒരു അനുഭവം വന്നു, ഒരു അത്ഭുതം കണ്ടു, അതിലല്ല. അതിനേക്കാൾ ഉപരി, അതിനും അപ്പുറത്ത് യേശു ക്രിസ്തു എന്ന വ്യക്തി എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി, ലോകം മുഴുവനുള്ള സകല മക്കൾക്കും വേണ്ടി കുരിശിൽ മരിച്ച യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയിലാണ് അടിസ്ഥാനം ഉറപ്പിച്ച് ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ആ വ്യക്തിയിലല്ല അടിസ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ, നിങ്ങൾ ഈ അനുഭവങ്ങളിലാണ് അടിസ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ, അനുഭവം കിട്ടാതെ വന്നാൽ പ്രാർത്ഥന ഇല്ലാതാകും. അനുഭവം കിട്ടാതെ വന്നാൽ പ്രാർത്ഥന നിലയ്ക്കും, ആധ്യാത്മിക വളർച്ച മുരടിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തോമാശ്ലീഹ ഒരു അനുഭവത്തിന് വേണ്ടി ചോദിച്ചു. ഈശോ അനുഭവം ചോദിച്ചാൽ കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ തോമാശ്ലീഹയോട് പറഞ്ഞു, ഇതല്ല കാര്യം. നിങ്ങനെ അനുഭവം പ്രകടമായ പ്രത്യക്ഷപ്പെടലും അനുഭവങ്ങളൊക്കെ കണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം, അങ്ങനെയല്ല രീതി. ഞാൻ എന്ന വ്യക്തിയിൽ, എന്നിൽ അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നവൻ അതാണ് ഈശോ പറഞ്ഞത്, എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. എന്നിട്ട് യേശു അതിനൊരു ഉദാഹരണം പറഞ്ഞത്, യേശു ഇങ്ങനെ പറഞ്ഞത്, ഞാൻ തായ്തടിയും നിങ്ങൾ ശാഖകളും. യേശുവായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇടനിലക്കാരെക്കുറിച്ചും പറയുന്നില്ല. ഉദാഹരണം, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈശോയ്ക്ക് ഇഷ്ടം നിങ്ങൾ നേരിട്ട് ഈശോയോട് സംസാരിക്കുന്നതാണ്. ഈശോ പറഞ്ഞൊരു പ്രതീകമാണ്, ഞാൻ തായ്തടിയും നിങ്ങൾ ശാഖകളും. തായ്തടിയും ശാഖയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷനാണ്. തായ്തടിയും ശാഖയും ഡയറക്റ്റ് കണക്ഷനാണ്. നമുക്ക് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് ചെല്ലാം, നേരിട്ട് യേശുവിനെ കെട്ടിപ്പിടിക്കാം, നേരിട്ട് യേശുവിനോട് സംസാരിക്കാം, നേരിട്ട് യേശുവിൻ്റെ കൂടെ നടക്കാം, നേരിട്ട് യേശുവിൻ്റെ കൂടെ ഇരിക്കാം, നേരിട്ട് യേശുവിനോട് എല്ലാ സംശയവും ചോദിക്കാം. അങ്ങനെ യേശുവുമായി നേരിട്ടൊരു ബന്ധം, അതാണ് ഈശോ സഭാഷ് പറയുന്ന ബന്ധം. അതാണ് ഈശോ സഭാഷ് പറയുന്ന ആധ്യാത്മിക ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഈശോയുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന, ബൈബിളിൽ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രതീകം ഇടയനും ആടുകളും. ഷീപ്പ് ആൻഡ് ഷെപ്പേഡ്, ഇടയനും ആടുകളും. അതിൽ നോക്കിയേ, ആടുകളും ഇടയനും മാത്രമാണ്, ഇടയ്ക്ക് വേറെ ആരുമില്ല. ആടുകൾക്ക് എന്ത് വന്നാലും നേരെ ഇടയൻ്റെ അടുത്തേക്ക് നോക്കും. ഇടയൻ്റെ ജീവിതം മുഴുവൻ ആടുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇടയൻ്റെ ജീവനാണ് ആടുകൾ, ആടുകളുടെ ജീവനാണ് ഇടയൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അവേദ്യമായൊരു ബന്ധം. ആ ഒരു ഉപമയാണ് ഈശോയും ഈശോയുടെ മക്കൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത്. മറ്റൊരു ഉപമ എടുത്ത് നോക്കിക്കേ. അതാണ് ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം. മണവാളിനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. അതിനിടയ്ക്ക് വേറൊരാൾ നിൽക്കേണ്ട കാര്യമില്ല. ഒരാത്മാവും യേശുവും തമ്മിലുള്ള ബന്ധം മണവാളിനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണ് ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം. മറ്റൊരു ഉപമ നിങ്ങൾ എടുത്ത് നോക്കിക്കേ, ശിരസും ശരീരവും. യേശു പറഞ്ഞു, ഞാൻ ശിരസാണ്, നിങ്ങൾ എൻ്റെ ശരീരം. അത് കൊളോസസ് ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലും എഫെസോസ് ലേഖനത്തിൽ 1-ാം അധ്യായം 23-ാം വാക്യത്തിലുണ്ട്. കൊളോസസ് 1:18 അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. എഫെസോസ് 1:23 അവിടെ ഇങ്ങനെ പറയണത്, സഭ അവൻ്റെ ശരീരമാണ്. അപ്പോൾ യേശു ശിരസും സഭ യേശുവിൻ്റെ ശരീരവും. സഭയെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇടനിലക്കാരില്ല, ഡയറക്റ്റ് ബന്ധമാണ് ശിരസും ശരീരവും തമ്മിൽ. ഒന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, യേശുവിൽ വിശ്വസിക്കുന്നവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈശോ സന്തോഷിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈശോയുമായി ഡയറക്റ്റ് ബന്ധത്തിലാണ്. അങ്ങനെ ഉള്ള ഒരു ആധ്യാത്മിക ജീവിതമാണ് കൺവെൻഷനുകളിലൂടെയും ദൈവവചന ശുശ്രൂഷകളിലൂടെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആരൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ശരി, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അളക്കാൻ പറ്റില്ല. ഒരുപാട് വൈദികർക്ക് ചിലപ്പോൾ വീഴ്ച വന്നിട്ടുണ്ടാവും. അത് മനസ്സിലാക്കാൻ
നമുക്ക് പരിശുദ്ധ യേശു ക്രിസ്തുവുള്ള ബന്ധത്തിൽ ആത്മീയ പക്വത കർത്താവ് നമുക്ക് തന്നു. വൈദികർക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ വൈദികരുടെ കുറവ് അവർ പരിഹരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, അവർ അത് നികത്തി വരുമ്പോൾ കർത്താവ് അവരെ സ്വീകരിക്കും. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ എന്ന് വിചാരിച്ച് എൻ്റെ വിശ്വാസത്തെ അത് ബാധിക്കില്ല, എൻ്റെ വിശ്വാസത്തെ അത് കുലുക്കുകയില്ല. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ഇടവകയിലേക്ക് നല്ല ഒരു വികാരിച്ചം വന്നു. നല്ല വികാരിച്ചം വന്നപ്പോൾ ചെറുപ്പക്കാരെല്ലാവരും കൂടി സന്തോഷമായിട്ട് പള്ളി വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛനോട് സന്തോഷം, അച്ഛൻ ആളുകളോട് സന്തോഷം, ആളുകൾക്ക് അച്ഛനോട് സന്തോഷം, അച്ഛന് നല്ല സ്വഭാവം, നല്ല രീതി എല്ലാം നന്നായി പോവുകയാണ്. അങ്ങനെ എല്ലാം ഇടവക നല്ല തീ പോലെ നല്ല ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന് മാറ്റമായി. വേറൊരു വികാരിയച്ഛൻ വന്നു. ആ വികാരിയച്ഛൻ ഈ ഒരു അച്ഛൻ്റെ നേർ വിപരീത സ്വഭാവം, ആളുകളോട് നല്ല ഹൃദ്യമായ പെരുമാറ്റമില്ല, യുവജനങ്ങൾക്ക് പറ്റിയ വിധത്തിലുള്ള പെരുമാറ്റമൊന്നുമില്ല. അച്ഛൻ ഒത്തിരി പ്രാർത്ഥിക്കും, പള്ളിയിരിക്കും, അധികം ഒന്നും ജനങ്ങളോട് ഇടപെടുന്നില്ല. അപ്പോൾ എന്തായി? അപ്പോൾ ഈ ആളുകൾ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ആ പള്ളിയോടനുബന്ധിച്ചവർ ചിന്തിക്കുകയാണ്, ഓ ഈ അച്ഛൻ എന്താ അച്ഛനാ, ആ പഴയ അച്ഛൻ എത്ര നല്ല അച്ഛനായിരുന്നു. അതുകൊണ്ട് ഈ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ അച്ഛനുള്ളിടത്തോളം കാലം ഞാൻ പള്ളിയിലേക്ക് പോകണില്ല, കാരണം ഈ അച്ഛൻ നല്ലതല്ല, ജീവനില്ല. അല്ലെങ്കിൽ പണ്ടത്തെ പോലത്തെ മുമ്പത്തെ അച്ഛനെ പോലെ ഈ അച്ഛൻ നല്ലതുപോലെ അല്ല, അച്ഛൻ്റെ കുർബാനയൊക്കെ ചെയ്ത് നോക്കി, നമ്മളെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പള്ളിയിൽ പോകണില്ല. അങ്ങനത്തെ ഒരു ചിന്ത വരികയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മനുഷ്യരിൽ കുടുങ്ങിക്കിടക്കുന്നവർ തന്നെ. ഒന്ന് ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, ആധ്യാത്മിക ജീവിതം ഉറപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇടവകയിൽ മാറി മാറി അച്ഛന്മാർ വരും പോകും, ഇടവകയിൽ മാറി മാറി ശുശ്രൂഷകർ വരും പോകും, അവർക്ക് ഉയർച്ച താഴ്ചകളുണ്ടാവും, അവർക്ക് വിജയപരാജയങ്ങളുണ്ടാവും, അവർക്ക് നന്മതിന്മകളുണ്ടാവും, അതെല്ലാം ഒരു വശം. പക്ഷേ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ അത് ബാധിക്കില്ല. അച്ഛൻ ആക്റ്റീവാണെങ്കിലും ഇന്നാക്റ്റീവാണെങ്കിലും, അച്ഛൻ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ ബാധിക്കാതെ പ്രാർത്ഥനയിലും യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളിലും വളർന്നു വരാൻ, എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് ഒരു മാനസിക ബാലൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് സ്പിരിച്വൽ മച്യൂരിറ്റി. സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് ഓളത്തിൽ പോകുന്ന ഒതളങ്ങ പോലെ അല്ല ഒരു നല്ല വിശ്വാസിയുടെ ആധ്യാത്മിക ജീവിതം. ഓളം പൊങ്ങി അല്ലെങ്കിൽ വെള്ളം പൊങ്ങി അതിന് മുകളിൽ ഒതളങ്ങ ഒഴുകുന്നു, അതുപോലെ അല്ല ഒരു നല്ല വിശ്വാസിയുടെ ആധ്യാത്മിക ജീവിതം. ഓളം വന്നാലും ഓളം വന്നില്ലെങ്കിലും ഒരു നല്ല വിശ്വാസിയാണോ, ആ നല്ല വിശ്വാസി യേശുവിൻ്റെ കൂടെ പദാനുപദം നടക്കും. യേശുവാണ് ആ വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അച്ഛൻ്റെ നല്ല സ്വഭാവമോ ചീത്ത സ്വഭാവമോ അല്ല. അല്ലെങ്കിൽ വചനം നിങ്ങളിപ്പോൾ ചിന്തിച്ച് നോക്കുക, ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചന പ്രഘോഷകൻ്റെ കാര്യം ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവന് തുല്യം നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു അച്ഛനാന്നിരിക്കട്ടെ, ഇഷ്ടപ്പെടുന്ന ഒരു വചന ശുശ്രൂഷാന്നിരിക്കട്ടെ, പെട്ടെന്ന് ഒരു അറിവ് കിട്ടിയെന്ത്, അയ്യോ ആ അച്ഛൻ ഇങ്ങനെയൊക്കെ ഒരു ചീത്ത സ്വഭാവമുണ്ട്. ഉടനെ എന്തായി? ഉടനെ നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നെങ്കിൽ, മാനുഷികമായ അവസ്ഥയിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉടനെ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. എന്നാൽ യേശു ക്രിസ്തു എന്ന അടിസ്ഥാന ശിലയിലാണ് ആധ്യാത്മിക ജീവിതം എത്തിയിരിക്കുന്നതെങ്കിൽ മണൽ മാന്തി യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ അടിയുറപ്പിക്കപ്പെട്ടാണ് വിശ്വാസ ജീവിതം വളരണതെങ്കിൽ നമ്മൾ കാണുന്ന വൈദികർക്കോ ബിഷപ്പുമാർക്കോ ശുശ്രൂഷകർക്കോ വചനപ്രഘോഷകർക്കോ ഇടവകയിലുള്ളവർക്കോ കമ്മിറ്റിക്കാർക്കോ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ വന്നു എന്ന് വിചാരിച്ച് അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വിശ്വാസ ജീവിതത്തെ ഉലയ്ക്കുകയില്ല. നമ്മൾ പ്രാർത്ഥനയും വിശ്വാസവും സഭയും കൂദാശകളും ഉപേക്ഷിച്ച് വിശ്വാസം ഇല്ലാത്തവരായി മാറുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ തുടർന്ന് 26-27 വാക്യങ്ങൾ അവിടെ എന്താ പറയണത്? വേറൊരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ആളുകൾ പറഞ്ഞെങ്ങനെയാണ്? എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മണൽപ്പുറത്ത് ആധ്യാത്മിക ജീവിതം പടുത്തുയർത്തുന്നവർ, മണൽപ്പുറം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പുറത്ത് ആധ്യാത്മിക ജീവിതം പടുത്തുയർത്തുന്നവർ, അനുഭൂതികളുടെ പുറത്ത് ആധ്യാത്മിക ജീവിതം പടുത്തുയർത്തുന്നവർ, അവർ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യമായിരിക്കും. മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവും. വെള്ളപ്പൊക്കം ഉണ്ടായി, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു.
എന്നും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ചേട്ടൻ്റെ വീണ് കിടക്കണോ? പള്ളിയില്ല, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, സന്ധ്യാപ്രാർത്ഥന ഇല്ലാതായി. കാറ്റൂതി, വെള്ളപ്പൊക്കം ഉണ്ടായി, അത് ഭവനത്തിന് മേലെ ആഞ്ഞടിച്ചു, ഭവനം നിലംപതിച്ചു. കാരണം അത് മണലിൽ പണിത വീടായിരുന്നു. മനുഷ്യരുടെ മുകളിൽ ആധ്യാത്മിക ജീവിതം പടുത്തുയർത്തരുത്. ഏതെങ്കിലും ഒരു നല്ല വൈദികനെ കണ്ടു ആവേശമായി എന്നാൽ ഈ അച്ഛനെ ഓർത്ത് അങ്ങനെ ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല ധ്യാനഗുരുവിനെ കണ്ടു, ഈ ധ്യാനഗുരു നല്ല, ആ ധ്യാനഗുരുവിൻ്റെ ചുറ്റിനും അങ്ങനെ ഒരു ആധ്യാത്മികത നിങ്ങൾ ചിന്തിക്കരുത്. മനുഷ്യരെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ നന്മതിന്മകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആധ്യാത്മിക ജീവിതമല്ല മാമോദീസ മുങ്ങിയ വിശ്വാസികൾക്കുള്ളത്. കർത്താവ് ചോദിക്കണം, ആരാണ് ഈ അപ്പോളോസ്? ആരാണ് ഈ പൗലോസ്? 1 കൊരിന്തോസ് 3:5 1 കൊരിന്ത്യൻസ് 3:5. ആരാണ് ഈ പൗലോസ്? ആരാണ് ഈ അപ്പോളോസ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. അവർക്കല്ല പ്രാധാന്യം. അപ്പോളോസിനും പൗലോസിനും അല്ല പ്രാധാന്യം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് മാത്രമാണ് പ്രാധാന്യം. യേശുവിനാണ് പ്രാധാന്യം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മകനെ, മകളെ, നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ തുടക്കത്തിലേക്ക് അങ്ങനെയായിരുന്നു, ഇടയ്ക്ക് വെച്ച് അങ്ങനെ വ്യതിചലിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ വഴി മാറാത്തവരുണ്ട്. അവരൊക്കെ യേശു ക്രിസ്തുവിൽ അടിയുറച്ചിട്ടുള്ളവരാണെങ്കിൽ, അടിയുറച്ചിട്ടുള്ള എന്തു വന്നാലും അവർ യേശുവിനെ മുറുകെ പിടിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ബർത്തലോമിയ എന്നൊരു ശ്ലീഹ. അദ്ദേഹം ആദ്യമൊക്കെ അവർ യേശുവിനെ അറിയാത്തവരായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു നാൾ അവർ യേശുവിനെ കണ്ടുമുട്ടി. അവർ യേശുവിലേക്ക് വന്നു. അവരുടെ ഹൃദയം യേശുവിൽ ഉറപ്പിച്ചു. യേശു ക്രിസ്തു എന്ന പാറമേൽ അവരുടെ ജീവിതം ഉറപ്പിച്ചു. അവരുടെ ജീവിതം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ക്രൈസിസ് ഉണ്ടായി, പ്രതികൂലം ഉണ്ടായി. അത് അവരുടെ മേലെ ആഞ്ഞടിച്ചു. പക്ഷെ അത് വീണുപോയില്ല. ബർത്തലോമിയ എന്ന ഒരു ശ്ലീഹായുടെ അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തെ ശത്രുക്കൾ പിടികൂടി കൊലപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയി. അദ്ദേഹത്തെ കയ്യും കാലും കെട്ടി അദ്ദേഹത്തിൻ്റെ തൊലി ജീവനോടെ അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൊലി ജീവനോടെ പൊളിച്ചെടുക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ആ സമയത്തും പറഞ്ഞു, എൻ്റെ യേശുവാണ് വലുത്. എൻ്റെ ജീവനേക്കാൾ വലുത് എൻ്റെ യേശുവാണ്. എൻ്റെ ജീവനേക്കാൾ വലുത് എൻ്റെ വിശ്വാസമാണ്. എൻ്റെ ജീവനേക്കാൾ വലുതാണ് എൻ്റെ ആധ്യാത്മികത. ഇന്ന് നമുക്കങ്ങനെയല്ല. അവനവൻ്റെ ജീവിതം അവനവൻ്റെ ഇഷ്ടം പ്രധാനപ്പെട്ടത്. എനിക്കിഷ്ടമുള്ളവരെ കെട്ടും, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, എനിക്കിഷ്ടമുള്ള പോലെ വീട് വെക്കും, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും. അത് എന്ത് ആധ്യാത്മികത സഹോദരങ്ങളെ? അത് നിങ്ങളുടെ സ്വന്തം സുഖം അന്വേഷിക്കുന്ന രീതിയാണത്. പ്രിയപ്പെട്ട സഹോദരി, എനിക്കിഷ്ടമുള്ള രീതി ഞാൻ നടക്കും, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ധരിക്കും, എനിക്കിഷ്ടമുള്ള വീട് ഞാൻ വെക്കും, എനിക്കിഷ്ടമുള്ള, അതല്ല ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം. ഒരു വിശ്വാസി യേശു ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമായിട്ട് പണിതാൽ ആ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവന് ഞാനും ഒന്നാണ്. എന്നെ സ്നേഹിക്കുന്ന എന്നോട് കൂടെ ആയിരിക്കും. ഞാനും അവനും ഒന്നാണ്. അതുകൊണ്ട് എന്ത് പ്രതികൂലം വന്നാലും അവൻ്റെ ആദ്യത്തെ ചിന്ത, ഇതെൻ്റെ യേശുവിന് ഇഷ്ടമാകുമോ? ഈ എൻ്റെ യേശു എന്താണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? ശത്രുക്കൾ വന്നു, പിടികൂടി, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, ദിവസങ്ങളോളം അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ യേശുവിനെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല. ബർത്തലോമിയ അദ്ദേഹത്തിൻ്റെ തൊലി ജീവനോടെ പൊളിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൊലി ജീവനോടെ പൊളിച്ചെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാളും എനിക്ക് വലുത് എൻ്റെ യേശുവിലുള്ള വിശ്വാസമാണ്. എൻ്റെ ആധ്യാത്മിക ജീവിതമാണ് എനിക്കിതിലും വലുത്. അദ്ദേഹത്തെ തൊലി പൊളിച്ചെടുത്ത് അദ്ദേഹത്തെ അമ്പെയ്ത് കൊന്നുവെന്നും അദ്ദേഹത്തെ കുരിശിൽ തറച്ചു എന്നും 2 പാരമ്പര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴും അദ്ദേഹം യേശുവിനെ തള്ളി പറഞ്ഞില്ല, യേശുവിനെ ഉപേക്ഷിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കി. നിങ്ങൾ സ്ഥിരമായി പള്ളിയിൽ പോയി, ചെറുപ്പം തൊട്ട് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ നടത്തി, അവസാനം നിങ്ങൾക്കൊരു ക്യാൻസർ വന്നു, അവസാനം നിങ്ങൾക്കൊരു പ്രതികൂലം വന്നു, നിങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഉടനെ നിങ്ങൾക്ക് ചോദ്യം വരികയാണ്, ദൈവം എന്താ എന്നെ കൈവിട്ടോ? ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്യണത്? ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ പള്ളിയിൽ പോകുന്നില്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, മക്കളെ, നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം എനിക്കും നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു അല്ല. അവനവൻ്റെ ഇഷ്ടമാണ്, അവനവൻ്റെ ജീവിതത്തിൻ്റെ അവനവൻ്റെ സുഖത്തിന് വേണ്ടി വിളിക്കുന്നതാണ് യേശുവിനെ. അല്ലാതെ യേശു എന്ന വ്യക്തിയെ നിങ്ങൾ ഹൃദയം കൊണ്ട് വരിച്ചിട്ടില്ല. യേശു എന്ന വ്യക്തിയെ അടിസ്ഥാനമാക്കി ആധ്യാത്മിക ജീവിതം ആരംഭിച്ചിട്ടില്ല.
ആത്മീയതയിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കരുത് മക്കളെ. ആത്മീയതയിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കരുത്. ലോകത്തിൽ ഏൽപ്പിക്കാവുന്ന എത്ര വേദന ഏൽപ്പിച്ചാലും മരണത്തിനോ വേദനയ്ക്കോ ഒന്നിനും വേർപ്പെടുത്താൻ പറ്റുന്നതല്ല യേശുക്രിസ്തു ആകുന്ന തായ്തടിയോടുള്ള ബന്ധം. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം ആരിലാണ് ഊന്നി നിൽക്കുന്നത്? മനുഷ്യരുടെ പുറത്ത് പണിതതാണോ നിങ്ങളുടെ വിശ്വാസ ജീവിതം? വൈദികരുടെ സുഹൃത്തുക്കളാണോ നിങ്ങളുടെ മാനദണ്ഡമായിട്ട് വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച തളർച്ചകൾക്ക് മാനദണ്ഡമായി നിങ്ങൾ ഇന്ന് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം മണൽ മാന്തി യേശുക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയണം. കാറ്റൂതും വെള്ളപ്പൊക്കം ഉണ്ടാകും, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിക്കും. അന്നും പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, അന്നും വിശ്വാസ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, അന്നും കുർബാനയ്ക്കും പ്രാർത്ഥനയിലും കുമ്പസാരത്തിലും അനുസൃതം വളർന്നു വരണമെങ്കിൽ മനുഷ്യരുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രീതികൾ മാറി ദൈവവചനപ്രകാരം ആധ്യാത്മിക ജീവിതം പടുത്തുയർത്തണം. ഈ സമയത്ത് ഹൃദയം നുറുങ്ങി നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവേ, എൻ്റെ ജീവിതത്തിൽ ചിലപ്പോഴെല്ലാം മനുഷ്യർ നന്നായി പെരുമാറുമ്പോൾ പള്ളിയോട് അടുക്കാൻ തോന്നും. മനുഷ്യർ ചീത്തയായി പെരുമാറുമ്പോൾ, ഇടവക ചെല്ലുമ്പോൾ ദേഷ്യപ്പെട്ടാൽ, ഇടവക ചേരുമ്പോൾ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടന്നു കിട്ടിയില്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല. എനിക്ക് മനുഷ്യരുടെ പെരുമാറ്റമാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് തോന്നുകയാണ്. എനിക്ക് അനുകൂലവും പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാലും, എൻ്റെ ജീവനെ തന്നെ അപകടത്തിലായാലും അതിലും വലുതാണ് എൻ്റെ കർത്താവുമായുള്ള ബന്ധം. അതുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ സഭയും തമ്മിലുള്ള ബന്ധം എനിക്ക് അതിലും വലുതാണ്. എൻ്റെ ആധ്യാത്മിക ജീവിതം എനിക്ക് അതിലും വലുതാണ്. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. അതുകൊണ്ട് കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം. ഈ രാത്രി എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കുട്ടികളെ, ഈ സമയം നിങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കർത്താവ് അരികത്തുള്ള ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. കുരിശിൽ കടന്ന് പിടഞ്ഞു മരിക്കുന്ന യേശുവിനെ കാണുക. എനിക്ക് വേണ്ടി ചതഞ്ഞവനെ, എനിക്ക് വേണ്ടി മുറിഞ്ഞവനെ, എനിക്ക് വേണ്ടി അടികളേറ്റവനെ, എനിക്ക് വേണ്ടി ശരീരം തകർന്നവനെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, അങ്ങാണ് എൻ്റെ ജീവൻ, അങ്ങാണ് എൻ്റെ രക്ഷകൻ. അവിടത്തേക്ക് എൻ്റെ ഹൃദയം ഞാൻ തരുന്നു കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തുക. ക്രൂശിതനായ യേശുവിനെ ധ്യാനിക്കുക. ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ എന്റെ ഹൃദയം അങ്ങയോട് ചേർത്ത് നിർത്തണമേ. മനുഷ്യരിൽ പതിയാതെ എന്റെ ഹൃദയം അങ്ങയിലേക്ക് മാത്രം ചേർക്കണം ഈശോയെ. നിത്യജീവന്റെ കർത്താവിനെ ഈ സമയം മുട്ടിന്മേൽ നിന്ന് ഹൃദയം നുറുങ്ങി ഏറ്റു പറയുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവേ യേശുവേ ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശു അവനാരിലും വലിയവൻ. യേശു 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 അവനാരിലും മതിയായ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ യേശു യേശുവേ യേശു യേശുവേ അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായ.